ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറയാൻ അങ്ങനെ ആരും ഇല്ല. എന്നാലും താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. എനിക്ക് ഉള്ളിൽ എവിടെയോ ഒരു ഇഷ്ടം അക്ഷയുടെ അടുത്ത്. എന്നെ ഇനി വിളിക്കരുത്, എനിക്ക് നിന്നെ വേണ്ട. നീ പോയോ? എനിക്ക് പേരെന്താണ്? എന്റെ പേര് ജയന്ത് എന്നാണ്. സ്ഥലം? കിളിമാനൂർ. ജയന്ത്, നമുക്കൊരു ടാസ്ക് വരുന്നത് ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് പ്രപ്പോസ് ചെയ്യുക. വേണോ? വേണം. നോക്കാം. വിളിച്ച് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഫോൺ സ്പീക്കറിൽ ഇടണം. അത് വേണോ? ഇത് വേണം, നമുക്ക് കേൾക്കണമല്ലോ. ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറയാൻ അങ്ങനെ ആരും ഇല്ല. എന്നാലും നോക്കട്ടെ. വിളിക്കുന്ന ആളുടെ പേര് വേണോ? ലക്ഷ്മി. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. വിളിക്കുന്ന ആളുടെ പേരൂടി പറയണേ. പേര് അക്ഷയ. ഹലോ അക്ഷയ, എവിടാ നീ? എന്റെ അനക്കമൊന്നും ഇല്ലല്ലോ, കൊറേ നാളായിരുന്നു. അല്ല, ഞാൻ കൊറേ നാളുകൊണ്ട് അക്ഷയനെ വിളിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അല്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ അക്ഷയുടെ പല കാര്യങ്ങളും ആലോചിക്കുമ്പോഴത്തേക്ക് അക്ഷയനെ വിളിക്കണമെന്ന് തോന്നും, പക്ഷെ എനിക്ക് എന്തോ ഒരു സമയം കിട്ടുന്നില്ല. എന്നെ ഇനി വിളിക്കരുത്, എനിക്ക് നിന്നെ വേണ്ട. നിനക്ക് ഞാനില്ലെങ്കിലും വേറെ പലരും ഉണ്ടല്ലോ, എനിക്ക് മതിയായി. അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒരു കാര്യം കുറെ നാളുകൊണ്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു, പിന്നെ അതെങ്ങനെ അക്ഷയുടെ അടുത്ത് പറയും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒന്നും ഇല്ല. ഇങ്ങനെ ഒരു അതിനുശേഷം പിന്നെ അക്ഷയ മറ്റേ ഫോട്ടോ എടുക്കാനൊക്കെ വീട്ടിലൊക്കെ വന്നില്ലായിരുന്നു. അപ്പൊ അന്നേ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അക്ഷയുടെ അടുത്ത് എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതാ ഞാൻ പിന്നെ പറയായിരുന്നു. ടെൻഷൻ ഉണ്ട് അക്ഷയ, അത് എങ്ങനെ പറയുമ്പോ നീ അത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, അതാ. കേട്ടില്ല. അല്ല, എനിക്കകത്ത് എന്ത് വിളിച്ചുകൂടെ ഇടയ്ക്കൊക്കെ? ഞാൻ വിളിച്ച വേറെ ഒന്നും അല്ല, എനിക്ക് ഉള്ളിൽ എവിടെയോ ഒരു ഇഷ്ടം അക്ഷയുടെ അടുത്ത്. എന്തോ അറിയാൻ വയ്യ, അത് ഉള്ളിനോട് ചോദിച്ചു നോക്കണം അതെന്ത് ഇഷ്ടമാണെന്നുള്ളത്. എനിക്കിപ്പോ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഞാൻ വീട്ടില്. ആര്? അക്ഷയ ഒന്നും പറഞ്ഞില്ല, ഇത് നീണ്ടു പോണു കോള്. എനിക്ക് ടൈമില്ല, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം അറിയണം എനിക്കിപ്പോ. അല്ല, ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയൊരു ഇഷ്ടം. അല്ല, എന്തോ അക്ഷയ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, ഇപ്പൊ നിന്റെ അടുത്ത് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു. പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, ഇതുവരെ ഞാൻ അറിഞ്ഞില്ല, ഇപ്പോഴാണ് പറഞ്ഞത്. അയ്യോ, ഞാൻ എന്തോന്ന് പറയാ. പെട്ടെന്ന് പറ, സമയമില്ല. നമുക്കെന്തോ ഇപ്പൊ ഉള്ള ഈ ഒരു ഇതിലങ്ങ് പോവാം. അക്ഷയ, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അക്ഷയ, നീ പോയ എനിക്ക് ഭയങ്കരമാടി. അല്ല, അപ്പൊ ഞാൻ ഒരു കല്യാണ ആലോചനയുമായി നാളെ വീട്ടിൽ വരട്ടെ. ചേട്ടാ, ഇങ്ങനെയൊക്കെ വല്ല പ്രാങ്ക് കോളുവല്ലോ തന്നെ മനുഷ്യ എന്നെ ചാനലിട്ട് പൊരിക്കാൻ. അല്ല, പ്രാങ്ക് ആണെങ്കിൽ എനിക്ക് അക്ഷയനെ തന്നെ വിളിച്ച് പ്രാങ്ക് ചെയ്യണമെന്നുണ്ടോ? പറയാൻ പറ്റൂലേ? അല്ല, നിന്റെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞോ അക്ഷയ, ഞാൻ വേറെ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയാൻ. ഞാൻ വേറെ ആരെടുത്തെങ്കിലും ഒക്കെ പറഞ്ഞു. അക്ഷയുടെ ഉത്തരം പറഞ്ഞില്ല. ചേട്ടൻ എന്നെക്കാട്ടി നല്ല പെൺകുട്ടിയെ കിട്ടുമെന്നാണ് പറയാൻ വരുന്നത്. അയ്യോ, അങ്ങനെയല്ല, നമ്മളെ പോലെ നമ്മള് മാത്രമല്ലേ കാണുള്ളൂ. പക്ഷെ നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ അക്ഷയ. പെട്ടെന്ന് പറ. ഇതെന്ത് പെട്ടെന്ന് ഇങ്ങനെ? അതല്ല, എനിക്ക് സമയമില്ല, അതാ. അടിപൊളി ഒരു പ്രപ്പോസൽ വീഡിയോ ആയിരുന്നു നമ്മൾ കണ്ടത്. എന്തായാലും സമ്മാനം കൊടുത്തേ പറ്റത്തുള്ളൂ. പ്ലസ് പറക്കാട് നേച്ചർ ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് മൂന്നാർ കേരള നൽകുന്ന 10% ഡിസ്കൗണ്ട് ഉള്ള ഒരു വൗച്ചറാണ് ജയന്തിന് സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. നമുക്കത് കൊടുക്കാം. സന്തോഷമായോ ജയന്ത്? വളരെ സന്തോഷം, വളരെ നല്ല സന്തോഷം. താങ്ക് യു.